ഇന്റർ മിയാമി വേഴ്സസ് അൽ നാസർ ഒരു ക്ലബ് ഫ്രണ്ട്ലി മാച്ച് മാത്രമായിരുന്നോ, അതോ സൗദി ലീഗ് MLS ലീഗിനെക്കാട്ടിയും എത്രയോ മുകളിലാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയായിരുന്നു? മാച്ചിന്റെ എല്ലാ മേഖലകളിലും മികവ് പുലർത്തിക്കൊണ്ട് അൽ നാസർ ഇന്റർ മിയാമിയെ 6 ഗോളിന് പരാജയപ്പെടുത്തി. മെസ്സിയും റൊണാൾഡോ ഇല്ലാതെ ഇറങ്ങിയ ഇരു ടീമുകളും ആരാധകരെ നിരാശപ്പെടുത്തി. എന്നിരുന്നാലും അൽ നാസറിന്റെ ആധിപത്യം ആ മത്സരത്തിൽ ഉടനീളം കാണാൻ സാധിച്ചു. ഐമറിക് ലപ്പോർട്ടയുടെ സെന്ററിൽ നിന്നുള്ള ഫ്രീ കിക്ക് ഗോൾ, അൽ നാസറിന്റെ ഒരു ടീം വർക്കും വർക്ക് റേറ്റും, ടലിസ്കയുടെ ഹാട്രിക്കും, തേർഡ് ഗോളിലെ ഒരു സെലിബ്രേഷൻ എല്ലാം മികച്ച തന്നെയായിരുന്നു. ഇന്റർ മിയാമി ഫാൻസിനെ തികച്ചും നിരാശപ്പെടുത്തുന്ന ഒരു സ്കോർ ലൈൻ തന്നെയാണിത്. ഫിനിഷിങ്ങിലെ പോരായ്മകളും മിസ് പാസുകളും മെസ്സി ഫസ്റ്റ് ലെവലിൽ ഉണ്ടായില്ല എന്നുള്ള പ്രശ്നങ്ങളെല്ലാം ഇന്റർ മിയാമിയെ ദുർബലരാക്കി. 82-ാം മിനിറ്റിൽ സാക്ഷാൽ ലയണൽ മെസ്സി ഇറങ്ങിയെങ്കിലും ഇന്റർ മിയാമിയുടെ കയ്യിൽ നിന്ന് അപ്പോഴേക്കും മാച്ച് പോയിരുന്നു. റിയാദിലുള്ള ഇന്റർ മിയാമി ഫാൻസിനും ട്രാവലിംഗ് ഫാൻസിനും കളിക്കാനിറങ്ങിയ മെസ്സിയെയും സ്റ്റേഡിയത്തിലുണ്ടായ റൊണാൾഡോയെയും കണ്ടതിൽ വളരെ സന്തോഷമായിട്ടുണ്ടാവും. മാച്ച് നടന്നത് കിങ്ഡം അറീന എന്ന് പറഞ്ഞ റിയാദിലെ ഒരു സ്റ്റേഡിയമാണ്. ഈ ഒരു സ്റ്റേഡിയം തരുന്ന ഒരു വൈബ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഡിസ്പ്ലേ കൊണ്ടും ലൈറ്റ് കൊണ്ടും എല്ലാം ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഒരു ഫുട്ബോൾ ഫാൻസിന്. കഴിഞ്ഞ വർഷമായ റൊണാൾഡോ സൗദി ലീഗിനെ കുറിച്ച് പറയുന്ന മാറ്റങ്ങൾ ഇന്റർ മിയാമി ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. കാരണം ഒരു പ്യുവർ ഡോമിനേഷനാണ് നമ്മൾ കണ്ടത്. സൗദി ലീഗ് ഒരു മികച്ച ലീഗാവുമെന്ന് റൊണാൾഡോ വിശ്വസിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?